അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സഹോദരങ്ങളെ, വളരെ ഗൗരവമേറിയ ഒരു കാര്യം ഞാൻ ഉണർത്തുകയാണ്. ഇപ്പോഴ് ഇതിന് കേൾവിക്കാരുടെ ഇടയിൽ അത്ര വലിയൊരു ഗൗരവം ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഏതായാലും ഒരു മുസ്ലിം കല്യാണമാണ് ഞാൻ കണ്ടത്. അത് മുസ്ലിം കല്യാണമാണെന്ന് പറയാൻ എനിക്ക് ലജ്ജയുണ്ട്. കാരണം മുസ്ലിം സമുദായത്തിൻ്റെ കല്യാണം ഇങ്ങനെ ആകാൻ പാടില്ല, ഇങ്ങനെ ആവുകയുമില്ല. മുസ്ലിം സമുദായത്തിൻ്റെ കല്യാണം ഈ രീതിയിൽ അധപ്പതിക്കും എന്ന് ഇത് കാണുന്നത് വരെ ഞാൻ വിശ്വസിച്ചില്ല. ഒരുപാട് പുതിയാപ്പിള വരലും പുതിയാപ്പിള വന്നു കഴിഞ്ഞാൽ വരുമ്പോഴുള്ള ആഘോഷങ്ങളും പടക്കം പൊട്ടിക്കലും പുതിയാപ്പിളയുടെ ശരീരത്തേക്ക് പുതിയ പെണ്ണിൻ്റെ ശരീരത്തേക്ക് ഉറുമ്പും കൂട് അഴിച്ചുവിടില്ല, അങ്ങനെ പലതും ഒക്കെ നടന്നിട്ടുണ്ട്. ഞാൻ ഒരിക്കൽ കാസർഗോഡ് മാലിക് ദീനാർ ജുമാഅത്ത് പള്ളിയിൽ ജുമാ കൂടാനിടയായി. അന്ന് ആ ജുമാക്ക് ആ പള്ളിയിൽ അവിടുത്തെ ബഹുമാന്യനായ ഖത്തീബ് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറയുകയാണ്, ഒരു കല്യാണം ആ കാസർഗോഡ് നടന്നു. കാസർഗോഡ് ടൗൺ മുഴുവനും പുതിയാപ്പിളയെ ട്രൗസർ ഇടിപ്പിച്ചുകൊണ്ട്, പുതിയാപ്പിളയ്ക്ക് വേഷം വസ്ത്രവും പുതിയാപ്പിള വേഷമൊന്നും വേണം, അതൊക്കെ മാറ്റിക്കളഞ്ഞിട്ട് ഈ അടിവസ്ത്രം മാത്രം ഇട്ടുകൊണ്ട് പുതിയാപ്പിളയെ കൊണ്ടുപോയ ഒരു സംഭവമാണ് അദ്ദേഹം വളരെ വേദനയോടുകൂടെ ആ വെള്ളിയാഴ്ച സംസാരത്തിൽ പറഞ്ഞത്. അതുപോലെ ഒക്കെ പല സ്ഥലത്തും പല രീതിയിലൊക്കെ നടക്കാറുണ്ട്. എന്നാലും ഇത്രയും വെറൈറ്റി ആയ ഒരു കല്യാണം ഞാൻ മുസ്ലിങ്ങളുടെ കണ്ടിട്ടില്ല, ഹൈന്ദവ സമുദായത്തിൻ്റെയും കണ്ടിട്ടില്ല, ക്രൈസ്തവ സമുദായത്തിൻ്റെയും കണ്ടിട്ടില്ല. ഈ 2-3 സമുദായമാണല്ലോ കേരളക്കരയിൽ നമുക്ക് കാണാനുള്ളത്. ഇവരിൽ ആരിലും ഇങ്ങനെ ഒരു കല്യാണം കണ്ടിട്ടില്ല. ക്രൈസ്തവർ അവർ പള്ളിയിൽ പോയി അച്ഛൻ്റെ മുന്നിൽ അവിടെ നിന്ന് കല്യാണം അവിടെ കഴിക്കും. ഹൈന്ദവരാണെങ്കിൽ അമ്പലത്തിൽ പോയി മാലയിട്ട് ആ പരിപാടിയും അവരുടെ കർമ്മികളുടെ നേതൃത്വത്തിൽ നടക്കും. മുസ്ലിങ്ങളും നാളിതുവരെയൊക്കെ പുതിയാപ്പിളയും അതുപോലെ തന്നെ വധുവിൻ്റെ വാപ്പയും പിതാവും കൂടി നാട്ടിൽ കൊള്ളാവുന്ന കുറച്ച് ആൾക്കാരും ഖത്തീബും അങ്ങനെയുള്ളവരൊക്കെ കൂടി ഇരുന്നിട്ട് നിക്കാഹ് സീറ പറഞ്ഞു കൊടുക്കും. ചില പുതിയാപ്പിള സ്വയം പറയും. അങ്ങനെ ഒരു നിക്കാഹാണ് നമ്മൾ നടന്ന് കണ്ടിട്ടുള്ളത്. ഇതൊന്നുമല്ല, നിങ്ങൾ കണ്ടു നോക്ക്. എൻ്റെ റഹ്മാനെ, ഞാൻ വിചാരിച്ച വല്ല ആനയോ നെറ്റിപ്പട്ടം കെട്ടി വരികയാണെന്നാണ് തോന്നുന്നത്. ഒരു കുന്തം പോലെ ഒരുത്തനെ അടി മുതൽ മോള് വരെ മാല അങ്ങോട്ട് ഇട്ടിട്ട്, പൂമാലയാണോ നല്ല വാസന ഉണ്ടാക്കുന്ന മുല്ലപ്പൂവാണോ ഏതാണെന്ന് അറിയില്ല. ഏതായാലും മുഖമൊന്നുമില്ല, മുഖം ഉൾപ്പെടെ എല്ലാം മൂടിയിരിക്കുക. മുഖം ഉൾപ്പെടെ താഴോട്ട് പ്രത്യേക രീതിയിലുള്ള വസ്ത്രങ്ങളൊക്കെയാണ്. എന്തൊക്കെയാ തുന്നി ചേർത്തേക്കണെന്ന് പറയാൻ പറ്റില്ല. അങ്ങനെയല്ല ഇട്ടിട്ട് ഒരു സാധനം, ഒരു മനുഷ്യനെന്നൊന്നും പറയാൻ പറ്റില്ല. പുതിയാപ്പിളയാണെന്ന് പിന്നെ നമ്മൾ ഊഹിക്കുന്നതാണ്. അതിൻ്റെ ആരവങ്ങളുടെ രീതി കണ്ടിട്ട് അങ്ങോട്ട് ഊഹിക്കുക. പുതിയാപ്പിളയാണെന്ന് പറയുകയാണെങ്കിൽ മനുഷ്യൻ എൻ്റെ ഉണ്ടെന്ന് ഊഹിക്കുന്നു. മനുഷ്യൻ്റെ ഒന്നും കാണാനില്ല, കൈ കാണുന്നില്ല, മുഖം കാണുന്നില്ല, ശരീരം കാണുന്നില്ല, എന്തോ ഒരു പ്രതിമ. ഇങ്ങനെ അതിൻ്റെ ചുറ്റും എന്തൊക്കെയാ പിന്നെ ഉത്സവങ്ങൾ, പൂരങ്ങൾ. തൃശ്ശൂർ പൂരത്തിൻ്റെ ഒരു ഭാഗം പോലെയുള്ള വെടിമരുന്നും പടക്കവും കഥനയും വാണവും പിന്നീട് ചെണ്ടയും കോലുകളും എന്തൊക്കെയാണ് അവിടെ നടക്കുന്നത് എന്ന് ഞാനിങ്ങനെ അന്തം വിട്ട് അന്താളിച്ചു പോയി. മുസ്ലിം കല്യാണമാണത്രേ അത് നടക്കുന്നതോ. പുതിയാപ്പിള ഈ കണ്ട ആരവങ്ങളോടുകൂടെ, ഈ കണ്ട പാരാവാരങ്ങളോടുകൂടെ, ഈ ഈ ചണ്ട മേളത്തോടുകൂടെ, ഈ കരിമ്പരുന്ന പ്രയോഗത്തോടുകൂടെ, ഈ പടക്കം പൊട്ടലിലൂടെ ഇവിടെ വരുന്നത് പുതിയ പെണ്ണിൻ്റെ വീട്ടിലേക്ക് വരുന്ന രംഗമാണ്. ആ വീട്ടിലേക്ക് വരുന്ന ആ രംഗമാണ് ഇത് നടക്കുന്നത്. പാലായിൽ എവിടെയെങ്കിലും കുറച്ച് മുസ്ലിങ്ങൾ താമസിക്കുന്നിടത്തൊരു ചെറിയ മഹലില് ആ മുസ്ലിങ്ങൾ അവിടെ മറ്റുള്ള സമുദായക്കാരൊക്കെ ഒരുമിച്ച് കൂടുന്ന ഒരു സ്ഥലമാണ്. അവിടെ വെച്ച് നടത്തി കൂട്ടുന്ന ഒരു കാര്യമാണോ എന്നൊക്കെ നമുക്ക് അല്ല. ഇത് നടന്നത് ഇസ്ലാമിൻ്റെ ഈറ്റില്ലം എന്ന് വേണേൽ വിശേഷിപ്പിക്കാവുന്ന വടക്കേ മലബാറാണ്.
വടക്കേ മലബാർ നമ്മുടെ കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പ്, കണ്ണൂർ ജില്ലയിൽ തളിപ്പറമ്പിലാണ് ഈ കല്യാണം നടക്കുന്നത്. ഈ വെറൈറ്റി കല്യാണം, ഈ ആധുനിക കല്യാണം. എന്തോരം ആളുകൾ, എത്ര രീതിയിലാണ് അതിന്റെ ആരവങ്ങൾ നടക്കുന്നത്. മുസ്ലിം കല്യാണം എന്ന് പറയാൻ ലജ്ജ. ഇതിന് നിക്കാഹ് കഴിച്ചു കൊടുക്കുന്ന ആരാ? ഇതിന് നേതൃത്വം കൊടുക്കുന്ന ആരാ? ഇത് ഏത് മഹല്ലാണിത്? ഇവിടെ മഹല്ലുകാരെ നിങ്ങൾക്കൊരു ഉത്തരവാദിത്വമില്ലേ? നിങ്ങൾക്കൊന്ന് പറഞ്ഞുകൂടെ ഇത് നടക്കൂല? ഈ ചെണ്ടയും ഈ കരിമരുന്ന് പ്രയോഗം, ഈ ഉത്സവവും, ഈ പറയുന്ന തൃശ്ശൂർ പൂരവും, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഈ പൂരങ്ങളുടെ ഈ പരിപാടി ഉണ്ടല്ലോ, ഇതൊന്നും ഇസ്ലാമികമല്ല. ഇസ്ലാമിന്റെ കല്യാണത്തിനില്ല, ഈ ഹൈന്ദവരുടെ കല്യാണത്തിനുമില്ല, ക്രൈസ്തവരുടെ കല്യാണത്തിനുമില്ല. നിനക്കിത് എവിടെ നിന്ന് കിട്ടി? നിന്നെ പുതിയാപ്പിളയായിട്ട് ഇങ്ങോട്ട് അയച്ചതാരാ? നീ വല്ല ഊളംപാറയിൽ നിന്നും ഇറങ്ങി വരുന്നതാണോ? അതോ അതുപോലെയുള്ള കുതിരവട്ടം പോലെയുള്ള സ്ഥലത്തായിരുന്നോ നീ ഇതുവരെ താമസിച്ചത് എന്ന് ചോദിക്കേണ്ടി വരും. ആ രീതിയിലാണ് അവിടെ നടക്കുന്ന സംഭവം. നിങ്ങൾ കണ്ടില്ലേ? കണ്ടു നോക്കി. എത്ര വളരെ വളരെ ലജ്ജാവകരമായ കാര്യം. വരുന്നത് മണവാളനാണ്. ഞാൻ പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ അറിയില്ല. മണവാളനെ തിരിച്ചറിയാൻ മണവാളനാണെന്നാ പറയുന്നത്. അലങ്കരിച്ചിരിക്കുകയാണ്. അതിനൊരു സാധനം വരുന്നത് പറയാൻ പറ്റുള്ളൂ. മണവാളൻ പറഞ്ഞതാണ് കല്യാണം പൂരവുമല്ല, ഉത്സവവുമല്ല, പൂരങ്ങളോ ഉത്സവ ഒന്നുമല്ല. ഇതൊരു കല്യാണമാണ്. അതും മുസ്ലിം കല്യാണം. പുതിയാപ്പിള മുസ്ലിം ആണെന്നാ പറയണത്. നാമം മുസ്ലിമിൻ്റെതാണ്. അങ്ങനെ ഒരു മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരു കല്യാണത്തിൻ്റെ ഒരു ഭാഗമാണ് നിങ്ങളിപ്പോൾ കണ്ടത്. നഊദു ബില്ലാഹ്, അള്ളാഹു കാക്കട്ടെ. ഇവിടം വരെ ഈ സമുദായത്തിൻ്റെ ഓരോ ഭാഗത്തും ഓരോ സംഭവ വികാസങ്ങൾ കാണുന്നു എന്ന് പറയുമ്പോൾ എന്താണ് ഇതിൻ്റെയൊക്കെ മറുപടി പറയുക? ഈ സമുദായം എവിടെ എത്തി? ഏത് സമുദായമാണ് വളരെ ലളിതമായി വിവാഹം നടത്താൻ പഠിപ്പിച്ച ഇസ്ലാം? ഇസ്ലാമിൻ്റെ വിവാഹം എന്ന് പറയുന്നത് എത്ര ലളിതമാണ്, എത്ര എത്ര ആകർഷണീയമാണ്. വളരെ കൃത്യമായ വ്യക്തമാനം പറയല്ലേ ആ വധുവിൻ്റെ പിതാവ് അല്ലെങ്കിൽ വധുവിന് ഉത്തരവാദിത്തപ്പെട്ട ആരാ, ആ നിയമാനുസരണം പറയപ്പെട്ട വ്യക്തി പുതിയാപ്പിളയുടെ മുഖത്ത് നോക്കി പറയുന്നു, ഞാൻ ഇത്ര രൂപ മഹർ നിശ്ചയിച്ച് നിനക്ക് എൻ്റെ മകളെ അല്ലെങ്കിൽ എൻ്റെ സഹോദരി ആരോ വിവാഹം കഴിച്ചു തന്നു എന്ന് പറയുന്നത് പുതിയാപ്പിളയാകുന്ന വരൻ ഞാൻ സ്വീകരിച്ചു എന്ന് പറയുന്നതാണ് വിവാഹം. അത്രയും കാര്യം അതിൻ്റെ അകത്തുള്ളൂ. രണ്ട് സാക്ഷിയും വേണം. ഈ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ ഈ വാക്കുകൾ ഞങ്ങൾ കേട്ടെന്നും ഇന്നയിടത്ത് ഇന്നയാളുടെ മകളെ അയാൾ ഇന്നയാൾക്ക് വിവാഹം ചെയ്ത് ഈ കൊടുത്തു എന്നും
അത് അദ്ദേഹം സ്വീകരിച്ചു എന്നും അതിന് നിശ്ചയിക്കപ്പെട്ട മഹർ ഇത്ര ഗ്രാം, ഇത്ര സ്വർണ്ണ, ഇത്ര രൂപ ആണെന്നും അത് ഞങ്ങൾ രണ്ടുപേരും കേട്ടതാണെന്ന് രണ്ട് സാക്ഷികളുടെ സാന്നിധ്യത്തിൽ രക്ഷകർത്താവും പുതിയാപ്പിളയും വരനും കൂടി പറയപ്പെടുന്ന ഒരു ചെറിയ മിനി കരാർ. ഇതാണ് വിവാഹം. ഇത്ര ലളിത സുന്ദരമായ, ആർക്കും ആക്ഷേപരഹിതമായി കാണാൻ പറ്റുന്ന, സംസാരിക്കാൻ പറ്റുന്ന വിവാഹത്തെയാണ് തൃശ്ശൂർ പൂരത്തിനോടും അല്ലെങ്കിൽ തൃപ്രയാറ് നടക്കുന്ന പൂരങ്ങളോടും മറ്റ് ക്ഷേത്രങ്ങളിലും മറ്റ് പരിപാടി സ്ഥലങ്ങളിലും നടക്കുന്ന, ഇന്ന് ഞാനിത് പറയുമ്പോൾ ആരെങ്കിലും ഉടനെ ഇതിൻ്റെ പുറകെ കമൻറ്റുമായിട്ട് കയറി വരും. അവരുടെ അവർ ചെണ്ട കുട്ടിയല്ലേ ഉള്ളൂ, അവർ കരിമരുന്ന് ഉള്ളൂ, അതിനെന്താ കുഴപ്പം, അതിന് ഇസ്ലാമിന് എന്തെന്നൊക്കെ. ഇസ്ലാമിന് ഒന്നുമില്ല സുഹൃത്തെ. ഞങ്ങൾ പറയണത് ഞങ്ങളുടെ സമുദായത്തിൽ ഇങ്ങനെയാണ് ഈ വിവാഹം എന്നാ പറയണത്. മറ്റേ ഈ കാട്ടിക്കൂട്ടിയ കോപ്രായം ഒന്നും ഞങ്ങളുടെ സമുദായമായിട്ട് യാതൊരു ബന്ധമില്ലാന്നേ ഞാൻ പറഞ്ഞുള്ളൂ. അത് ഞാൻ പറയാനുള്ള ബാധ്യത എനിക്കുണ്ട്. അതുകൊണ്ട് ഞങ്ങളെപ്പോലെയുള്ളവർ പറയുന്നതാ. ഈ നടന്ന് നിങ്ങളിപ്പോൾ ഈ കണ്ട കല്യാണം ഉണ്ടല്ലോ, അത് കല്യാണത്തിന്റെ ഭാഗമായി ഞങ്ങളുടെ മതത്തിലില്ല. ഞങ്ങളുടെ മതത്തിൽ ഈ പറയപ്പെടുന്ന ഒരു കാര്യവുമില്ല. അതൊക്കെ അനാചാരമാണ്, ആഭാസമാണ്, തെമ്മാടിത്തരമാണ്, ധിക്കാരമാണ്. നിയമങ്ങളെ മുഴുവനും കാറ്റിൽ പറത്തിക്കൊണ്ട് റോഡ് മുഴുവനും അവരുടെ ഏതാണ്ട് സ്വന്തം വക പോലെ ഉപയോഗിക്കുക. നിയമം കയ്യിലെ നിയമജ്ഞന്മാർ, ഇവിടുത്തെ പോലീസ് എന്തേ കേസെടുക്കാത്തത്? കോടതി വിധിയുണ്ടല്ലോ റോഡ് ബ്ലോക്ക് ചെയ്യാൻ പാടില്ല എന്ന്. ഈ റോഡിൽ കിടന്ന് ഈ തോന്നിവാസം പുതിയാപ്പിളയും കല്യാണത്തിന്റെ പേരിൽ നടത്തിയ ഇവന്മാർക്കെതിരെ എന്തുകൊണ്ട് നടപടി എടുക്കുന്നില്ല? നടപടിക്കാൻ നിവൃത്തിയില്ല പോലും. ഞങ്ങൾ നിയമം എടുത്താൽ ഞങ്ങളുടെ കല്യാണത്തിന് നടപടി എടുത്തു, ഞങ്ങളുടെ പുതിയാപ്പിള പോയപ്പോൾ പോലീസ് ഇടപെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ സമുദായ സംഘടനകളും മറ്റുള്ളവരും ഇറങ്ങി വരും, പൊങ്കാലയിടും. അതുകൊണ്ടാണ് ഞങ്ങളുടെ അതൊന്നുമില്ല. ഒരു പൊങ്കാലയും നിങ്ങൾ നോക്കണ്ട. ഇത്തരം കാര്യങ്ങൾ കാണുന്ന ഈ തനി ആഭാസത്തരത്തിനെയും തനി തെമ്മാടിത്തരത്തിനെയും ശക്തമായി എതിർക്കണം. നിങ്ങൾ എന്ത് രീതിയിൽ എതിർത്താലും അതൊന്നും അധികമാകില്ല എന്ന് ഓർമ്മപ്പെടുത്തുന്നു.